വിധിയുടെ നിയോഗത്താൽ ആ രാത്രിയിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. KGF എന്ന സ്ഥലവും ജനിച്ചു, അവനും ജനിച്ചു. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ എന്റെ അമ്മയെ രക്ഷിക്കാൻ ഈ ചില്ലറ പൈസയൊന്നും പോരാ. എനിക്ക് നീ ഒരു വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. ഞാൻ ഭാവി വലിയ പണക്കാരനാകും അമ്മേ. എല്ലാം തുടങ്ങിക്കൊടുക്കാൻ അവന് അമ്മയുണ്ടായിരുന്നു. പക്ഷെ നൃത്തം പറയാൻ ഇന്നപ്പോ അവന് ആരുമില്ല. ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? ഇവരെല്ലാവരുടെയും വിലങ്ങേച്ചതും നീ തന്നെ, ഇവരെല്ലാരെയും തൂക്കിലേറ്റാൻ പോകുന്നതും നീ തന്നെ. ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? മരിക്കുന്നതിന് മുൻപ് അവരെന്നെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചിരുന്നു. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. ആ സത്യത്തിനു വേണ്ടി ഞാൻ സ്വാർത്ഥനാകും. ഒരു ഭീരുവാകും, കൊലയാളിയാകും, ക്രിമിനലാകും, ഒരു വില്ലനുമാകും. കൊടുത്ത വാക്കിനിതും മതിയാകുമോ എന്നറിയില്ല. അവരുടെ ആശയാണ് എന്റെ വാശി. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത്, അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ഇവൻ രക്ഷിക്കൂ. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. ഞാൻ ഭാവി വലിയ പണക്കാരനാകും അമ്മേ. ആ കല്ലിൽ അവന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിസ്സാരക്കാരനായിരുന്നിരിക്കില്ലല്ലോ. ബിസിനസ് ചെയ്യാമോ? ഓഫർ ക്ലോസസ് സൂൺ. He is the biggest criminal. He is the biggest businessman. And this is the biggest national issue. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. നടക്കാൻ പോകുന്ന നല്ലതെല്ലാം നിനക്ക് വന്നു ചേരട്ടെ. നിനക്ക് ഭവിക്കുന്ന ദോഷമെല്ലാം എനിക്ക് മാത്രം ഭവിക്കട്ടെ.